ഏവർക്കും GK സ്ലൈസസ് കറണ്ട് അഫയേഴ്സ് ക്യൂസിന്റെ ജൂലൈ 2024 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള കുംത റോഡിലെ ഷിരൂരിൽ നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയ മണ്ണിടിച്ചിൽ സംഭവിച്ചു. നാം ഏവരും ആ ഒരു സംഭവത്തിന്റെ ആഘാതത്തിലാണ്. നാഷണൽ ഹൈവേ 66 പൻവേൽ ടു കേപ്പ് കോമറിൻ കന്യാകുമാരി കൊച്ചിൻ വഴിയുള്ള ഹൈവേയിലാണ് ഈ മണ്ണിടിച്ചിൽ സംഭവിച്ച് നമ്മുടെ മലയാളി ഉൾപ്പെടെ സഹോദരങ്ങളെ നമുക്ക് നഷ്ടമായത്. ചോദ്യം: എങ്ങനെയാണ് ദേശീയപാതകൾക്ക് നമ്പർ ഇടുന്നത്? ദേശീയപാതകൾക്ക് നമ്പർ ഇടുന്നതിനായി അവയെ രണ്ട് സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നോർത്ത് സൗത്ത് ഹൈവേസ്, ഈസ്റ്റ് വെസ്റ്റ് ഹൈവേസ്. ഇതിൽ നോർത്ത് സൗത്ത് ഹൈവേസിനെ ഇരട്ട സംഖ്യകൾ കൊണ്ടും ഈസ്റ്റ് സൗത്ത് ഹൈവേയെ ഒറ്റ സംഖ്യകൾ കൊണ്ടുമാണ് ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്പർ ഇടുന്നത്. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞ നാഷണൽ ഹൈവേ 66 ഇവിടെ കാണാവുന്നതാണ്. ഗോവയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ കാണാവുന്നതാണ്. അതേപോലെ രാജ്യത്തെ ഈസ്റ്റ് വെസ്റ്റ് ഹൈവേയിൽ ഓഡ് നമ്പേഴ്സ് ആണ്, ഒറ്റ സംഖ്യകൾ കൊണ്ടാണ് നമ്പർ ഇടുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഹൈവേ നാഷണൽ ഹൈവേ 27 ആണ്. ഇനി നോർത്ത് സൗത്തിലേക്കുള്ള നമ്പറിംഗ് ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യയാണ്. അങ്ങനെയാണ് വ്യത്യസ്ത നാഷണൽ ഹൈവേകൾക്ക് നമ്പർ ഇടുന്നത്. ഉദാഹരണത്തിന് NH48 ഡൽഹിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള നോർത്ത് സൗത്ത് ഹൈവേ ആണിത്. NH27 ഈസ്റ്റ് വെസ്റ്റ് ഹൈവേ ആണ്. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നും അസമിലെ സിൽച്ചാറിലേക്ക് ഉള്ള പാതയാണിത്. സെക്കൻഡറി റൂട്ടുകളെ 3 ഡിജിറ്റ് നമ്പറിംഗ് ആണ് സാധാരണയായി നൽകി വരാറ്. ഉദാഹരണത്തിന് NH148 ഇത് സെക്കൻഡറി റൂട്ട് ബ്രാഞ്ചിങ് ഫ്രം NH48. 1994 ജൂലൈ 16 വ്യാഴം ഗ്രഹത്തിനോട് കൂട്ടിയിടിക്കാൻ ഷൂമാക്കർ ലെവി എന്ന ധൂമകേതു പാഞ്ഞു വന്നത്. 2 സോളാർ സിസ്റ്റം ബോഡീസ് തമ്മിലുള്ള ഒരു അന്യഗ്രഹ കൂട്ടിയിടി ആദ്യമായി നേരിട്ടുള്ള നിരീക്ഷണ വിഷയമാകുന്നത് ലോകത്ത് അപ്പോഴാണ്. ചെറിയ ഭയപ്പാടോടുകൂടിയാണ് ലോകം ഇതിനെ നോക്കിക്കണ്ടത്. ഈ സംഭവം മുതൽ ഗ്രഹങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ ശാസ്ത്രലോകത്ത് അധികമായി. ഇതിനുശേഷം ഭൂമിയിൽ സമാനമായ സംഭവം ഉണ്ടാകുന്നത് എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങി. ചോദ്യം ഇതാണ്: ഷൂമാക്കർ ലെവി 9 എന്ത് സംഭവിച്ചു? വ്യാഴവുമായി കൂട്ടിയിടിക്കുന്നതിന് മുൻപ് ഷൂമാക്കർ ലെവി 9 വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ പെടുകയും ഒന്നിലധികം ശകലങ്ങളായി വിഘടിക്കുകയും ചെയ്തു. ഇങ്ങനെ വിഘടിച്ച കമ്പോണൻസിന് ചിലതിന് 2 കിലോമീറ്റർ വരെ വ്യാസമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ജൂലൈ 16 - 22 ഇടയിലുള്ള 6 ദിവസത്തെ കാലയളവിൽ 1994 ഈ ശകലങ്ങൾ സെക്കൻഡിൽ ഏകദേശം 60 കിലോമീറ്റർ എന്ന അമ്പരപ്പിക്കുന്ന വേഗതയിൽ വ്യാഴത്തിന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പതിച്ചു. വ്യാഴത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ആശങ്കപ്പെട്ടത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ തുടർച്ചയാണ് മൂന്നാമത്തെ ചോദ്യം. 99942 അപ്പോഫിസ് എന്നതാണ് മറ്റൊരു ഉൽക്ക. ഇതിന്റെ പ്രത്യേകത 2029 ഏപ്രിൽ 13 ഇത് ഭൂമിയുടെ ഏകദേശം 32,000 കിലോമീറ്റർ ഓരത്തുകൂടി പാഞ്ഞു പോകുമത്രേ. വളരെ വിരളമായി മാത്രം ഉണ്ടാകാവുന്ന ഒരു സംഭവമാണിത്. ഏകദേശം 5000 മുതൽ 10,000 വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസം. ഇവിടെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി തയ്യാറാക്കിയ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ട്. എന്താണ് അതിന്റെ പേര്? റാംസസ്, റാപ്പിഡ് അപ്പോഫിസ് മിഷൻ ഫോർ സ്പേസ് സേഫ്റ്റി. ഭാവി ഫ്ലൈറ്റുകളിലൂടെ ഈ അപകട സാധ്യതകൾ കുറയ്ക്കാൻ പ്രവർത്തിക്കുന്ന ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രോഗ്രാമാണ് റാംസസ്. ഇതിനോട് നമ്മുടെ ISROയും സഹകരിക്കുന്നുണ്ട്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ലോകത്ത് പട്ടിണിക്കെതിരെ പോരാടാനും ഭക്ഷ്യ സുരക്ഷ മെച്ചപ്പെടുത്താനും പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസിന് കീഴിലുള്ള ഒരു പ്രത്യേക ഏജൻസിയാണ്. ഇതിന്റെ കണക്ക് പ്രകാരം വനമേഖലയുടെ വളർച്ചയുടെ കാര്യത്തിൽ ലോകത്തെ 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. 1ഉം 2ഉം സ്ഥാനത്ത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത്? ചൈനയും ഓസ്ട്രേലിയയുമാണ് 1ഉം 2ഉം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ യഥാക്രമം അവരുടെ വനവിസ്തൃതി: ചൈന 1,93,70,000,
അതേപോലെ ഓസ്ട്രേലിയ 4,46,00,000 ഹെക്ടറുകൾ വർദ്ധിപ്പിച്ചു. അതേസമയം 2010 മുതൽ 2020 വരെ ഇന്ത്യയുടെ വനവിസ്തൃതി 2,66,000 ഹെക്ടറുകളായി വർദ്ധിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് 3ാം സ്ഥാനം ലഭിച്ചത്. യൂറോപ്യൻ യൂണിയൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന 27 അംഗരാജ്യങ്ങളുടെ അതിപ്രാദേശിക രാഷ്ട്രീയ സാമ്പത്തിക യൂണിയനാണ്. യൂറോപ്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് കമ്മീഷൻ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ചിത്രത്തിൽ. ഉർസുല വോൺ ഡെർ ലയൻ ജർമ്മൻ കൺസർവേറ്റീവ് പാർട്ടി പ്രവർത്തകയാണ് ഇവർ. വീണ്ടും ഇവർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏവർക്കും സഹായകമാണ് ഞങ്ങളുടെ ഈ ചോദ്യോത്തര പങ്ക്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ജൂലൈ മാസത്തെ പ്രധാന സംഭവ വികാസങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ജൂലൈ വേർഡ് ക്ലൗഡ് നിങ്ങൾക്ക് കാണാം. ജൂലൈ മാസത്തെ ഹെഡ്ലൈൻസിൽ കൂടുതലും ചർച്ച ചെയ്യപ്പെട്ട വാക്കുകൾ ചേർത്ത് വ്യത്യസ്ത ഷേപ്പുകളിലായി തയ്യാറാക്കിയ വേർഡ് ക്ലൗഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് തിരിച്ചെത്താം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന വ്യക്തി റോബർട്ട മെറ്റ്സോളയാണ്. ആരാണ് റോബർട്ട മെറ്റ്സോള? പ്രസിഡന്റ് ഓഫ് ദി യൂറോപ്യൻ പാർലമെന്റ് സിൻസ് ജനുവരി 2022. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1912 1929 ഇടയിലാണ് രാഷ്ട്രപതി ഭവൻ നിർമ്മിക്കപ്പെട്ടത്. ഇവിടുത്തെ 2 പ്രധാനപ്പെട്ട ഇടങ്ങളാണ് ദർബാർ ഹാൾ, അശോക ഹാൾ എന്നിവ. സിവിൽ ഡിഫൻസ് ചടങ്ങുകൾ, 1947 ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ പോലുള്ള അതിപ്രധാനമായ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയ സുപ്രധാന പരിപാടികൾ നടന്ന സ്ഥലമാണ് ദർബാർ ഹാൾ. ദർബാർ ഹാളിന്റെ രൂപകൽപ്പനയിൽ മുഗൾ സ്വാധീനം വ്യക്തമാണ്. അത് അലങ്കാരങ്ങളായി ഉപയോഗിക്കുന്ന മാർബിൾ ജാലികളിലും അലങ്കരിച്ച നിരകളിലും വ്യക്തമായി കാണാം. ഇനി അശോക ഹാളിലേക്ക് വന്നാലോ? അശോക ഹാളിൽ വിദേശ പ്രമുഖരെ ഔപചാരികമായി പരിചയപ്പെടുത്തുകയും പ്രധാന പരിപാടികളിൽ ദേശീയഗാനം ആലപിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ പാശ്ചാത്യ ശൈലികളുടെ മിശ്രിതമാണ് ഇതിന്റെ ഡിസൈൻ. ഇപ്പോൾ വാർത്തകളിൽ ഈ 2 ഹാളുകളും നിറഞ്ഞു നിന്നു. കാരണം ഇവയുടെ പേരുകൾ മാറ്റിയിരിക്കുന്നു. എന്താണ് ഈ 2 ഹാളിന്റെയും ഇനി മുതലുള്ള പേര്? ദർബാർ ഹാളിനെ ഗണതന്ത്ര മണ്ഡപ് എന്നും അശോക ഹാളിനെ അശോക് മണ്ഡപ് എന്നും ഇനി അറിയപ്പെടും. 2024 ജൂലൈ 19 ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനി അതിന്റെ ഫാൽക്കൺ സെൻസർ സോഫ്റ്റ്വെയറിനായുള്ള ഒരു കോൺഫിഗറേഷൻ അപ്ഡേറ്റ് പുറത്തിറക്കി. ഇത് പ്രാഥമികമായി വിൻഡോസ് പേഴ്സണൽ കമ്പ്യൂട്ടറുകളെയും സെർവറുകളെയും സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. പക്ഷേ അപ്ഡേറ്റിലുണ്ടായ പിഴവ് മൂലം ഏകദേശം 8.5 ദശലക്ഷം കമ്പ്യൂട്ടറുകളെ ഇത് തകരാറിലാക്കി. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ IT തകരാറുകളിലൊന്നായി മാറി. കേരളത്തിൽ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് പൊതുവെ ഉപയോഗിച്ചു വരുന്നത്, പ്രത്യേകിച്ചും ഗവൺമെന്റ് സംവിധാനങ്ങളിൽ. ഇതുകൊണ്ടൊക്കെ നാം ക്രൗഡ് സ്ട്രൈക്കിൽ നിന്നും, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ക്രൗഡ് സ്ട്രൈക്കിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന രീതിയിലും വാർത്തകൾ വന്നു. ചോദ്യം ഇതാണ്: ഇങ്ങനെ സംഭവിച്ചപ്പോൾ കമ്പ്യൂട്ടറുകളെ ബാധിച്ച ആ ഒരു പർട്ടിക്കുലർ എററിനെ വിളിച്ച പേര് എന്തായിരുന്നു? BSOD, ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. പാരീസ് ഒളിമ്പിക്സ് 2024 നടക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാന വേദിയായി മാറിയ നദി ഏതാണ്? സെയിൻ നദി. സെയിൻ നദി ഫ്രാൻസിലെ വലിയൊരു നദിയാണ്. ഏകദേശം 484 മൈൽ 780 കിലോമീറ്റർ നീളമുള്ള ഈ നദിയിൽ ഉദ്ഘാടനത്തിന് ശേഷമുള്ള പല സ്വിമ്മിംഗ് ഇവന്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നദിയിലുള്ള മലിനീകരണങ്ങൾ മൂലം ഇതിനെതിരെ വ്യാപകമായ വിമർശനവും നടന്നിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സ് 2024 ദേശീയ പരേഡിൽ ഇന്ത്യയുടെ പതാകവാഹകർ ആരായിരുന്നു? PV സിന്ധു ആൻഡ് ശരത് കമാൽ. പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് തന്നെയാണ് അടുത്ത ചോദ്യവും.
പാരീസ് ഒളിമ്പിക്സ് റിലേയിൽ ഒളിമ്പിക് ദീപം വഹിച്ച ഇന്ത്യൻ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ്? അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിലെ ചോദ്യം അവസാനിക്കുന്നില്ല. 2024 പാരീസ് ഒളിമ്പിക്സ് മാസ്കോട്ട് അഥവാ ഭാഗ്യചിഹ്നം എന്താണ്? ഒളിമ്പിക് ബർജ്. ഇത് ഒരു തൊപ്പിയാണ്. ഇറ്റ് ഈസ് എ ലിറ്റിൽ റെഡ് ഹാറ്റ് ദാറ്റ് റെപ്രസെന്റ്സ് ഫ്രീജിയൻ ക്യാപ്. This cap is a powerful symbol of freedom and revolution. It was famously worn by French revolutionaries during the 18th century. മറ്റൊരു ഒളിമ്പിക്സ് ചോദ്യം കൂടി. ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച നഗരമേത്? കാമോനിക്സ്, ഫ്രാൻസ്. അത് 100 വർഷങ്ങൾക്ക് മുൻപായിരുന്നു, 1924. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത? മനു ഭാക്കർ. വനിതകളുടെ 10 മീറ്റർ ഷൂട്ടിംഗിൽ വെങ്കലം നേടിയത് കൂടാതെ സരബ്ജോത് സിംഗിനൊപ്പം 10 മീറ്റർ എയർ പിസ്റ്റളിൽ മിക്സഡ് ടീമിൽ ഇവർ വെങ്കലം നേടി. ഒളിമ്പിക്സിൽ ഒന്നിലധികം മെഡലുകൾ നേടുന്ന രണ്ടാമത്തെ വനിതാ അത്ലറ്റായി മനു ഭാക്കർ മാറി. അടുത്തിടെ നീതി ആയോഗ് പുനഃസംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതി ആയോഗിന്റെ ചെയർമാനായി തുടരും. ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയുള്ള പോസ്റ്റാണ് നീതി ആയോഗ് വൈസ് ചെയർപേഴ്സൺ. പുതുതായി നിയമിതനായ വൈസ് ചെയർപേഴ്സൺ ആണ് ചിത്രത്തിൽ. ഇദ്ദേഹത്തെ തിരിച്ചറിയുക. സുമൻ ബെറി, ഇന്ത്യൻ എക്കണോമിസ്റ്റ്, അക്കാഡമിക് ആൻഡ് റൈറ്റർ. ഏകദേശം 28 വർഷത്തോളം വേൾഡ് ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഇദ്ദേഹം പങ്കാളിയായിരുന്നു. അതേപോലെ ലോകത്തെ പ്രമുഖ കമ്പനികളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏത് നഗരത്തിലാണ് IAF മേധാവി വെപ്പൺ സിസ്റ്റം സ്കൂൾസ് ഉദ്ഘാടനം ചെയ്തത്? എയർഫോഴ്സ് സ്റ്റേഷൻ, ബീഗംപേറ്റ്, ഹൈദരാബാദ്. മൻ കി ബാത്തിൽ അട്ടപ്പാടി ആദിവാസി സ്ത്രീകളുടെ ഒരു പ്രത്യേകതരം ഉൽപ്പന്നത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ചു. ഏതാണ് ആ ഉൽപ്പന്നം? അതൊരു പ്രത്യേകതരം കുടയാണ്. ആദിവാസികൾ തയ്യാറാക്കുന്ന ഈ കുടയുടെ പേര് കാർത്തുംബി എന്നാണ്. കേരളത്തിന് അഭിമാനകരമായ മറ്റൊരു വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത ചോദ്യം. യുനിസെഫ് ഗ്ലോബൽ എത്തെക് മോഡൽ എന്ന് പ്രശംസിച്ച കേരളത്തിന്റെ വലിയൊരു സംരംഭത്തിന്റെ പേരെന്താണ്? വിദ്യാർത്ഥികളെ വലിയ തരത്തിൽ കാലിക പ്രസക്തമായ ടെക്നോളജിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് സഹായകമായ ഈ പ്രൊജക്ട് നമ്മുടെ സ്കൂളുകൾ വഴി ഏവർക്കും സുപരിചിതമായിരിക്കും. ലിറ്റിൽ കൈറ്റ്സ്. ഇതൊരു IT ക്ലബ് ഇനിഷ്യേറ്റീവാണ്. കൈറ്റ് അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന ഗവൺമെന്റ് സംവിധാനമാണ് ഇത് നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ടെക്നോളജിക്കൽ അവയർനെസ് നൽകുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണിത്. ബ്രിട്ടനിൽ കഴിഞ്ഞ മാസം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി ഭൂരിപക്ഷം സീറ്റുകളും നേടി. പാർട്ടിയുടെ നേതാവ് സ്വാഭാവികമായും പ്രധാനമന്ത്രിയും ആയി. ഇന്ത്യക്കാരനായിരുന്ന ഋഷി സുനക് പുറത്തായി. പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? സർ കെയർ റോഡ്നി സ്റ്റാമർ. 61കാരനായ ഇദ്ദേഹം ഒരു മനുഷ്യാവകാശ വക്കീലാണ്. കഴിഞ്ഞ വാരാന്ത്യത്തിലെ വിംബിൾട്ടൺ പുരുഷ ഫൈനലിൽ 37കാരനായ ടെന്നീസ് ഇതിഹാസം നോവാക് ഡോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയത് ഏത് യുവ സൂപ്പർ താരമാണ്? കാർലോസ് അൽക്കാരാസ്. നെയ്ഗ്ലറിയ ഫൗളറി നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തിയ ഒരു ജീവിയുടെ പേരാണ്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു വിജയവും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു, നമ്മുടെ കേരളത്തിൽ തന്നെ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ. ഈ അസുഖം ബാധിച്ച ഒരു കുട്ടി ഇന്ത്യയിൽ ആദ്യമായി രക്ഷപ്പെട്ട ചരിത്രവും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വായിച്ചതാണ്.
മുഴുവൻ ജന്തുജാലങ്ങളുടെയും ഫൗണ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തെ ആദ്യ രാജ്യം ഏതാണ്? India. India has become the first country in the world to prepare a comprehensive checklist of its entire fauna, covering 104,561 species. Union Environment Minister Bhupendra Yadav announced. തേങ്ങയുടെ തൊണ്ടിൽ നിന്നും സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് ആവശ്യമായ ആക്ടിവേറ്റഡ് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വിജയിച്ച സർവകലാശാല ഏത്? ഇതും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവൺമെന്റ് കോളേജ് ഫോർ വുമണിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഗവേഷകരാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ടിവേറ്റഡ് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വിജയിച്ചത്. ടോക്കിയോയുടെ തെക്ക് കിഴക്കായി വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മിനാമിറ്റോറിഷിമ ജപ്പാന്റെ കിഴക്കേ അറ്റത്തുള്ള ദ്വീപാണ്. മിനാമിറ്റോറിഷിമ ദ്വീപ് എങ്ങനെയാണ് കഴിഞ്ഞ മാസം വാർത്തകളിൽ ഇടം പിടിച്ചത്? ഈ ദ്വീപിന് ചുറ്റുമുള്ള കടൽ തീരത്ത് ഇലക്ട്രിക് കാർ ബാറ്ററികൾക്ക് ആവശ്യമായ ഏകദേശം 230 ദശലക്ഷം മെട്രിക് ടൺ ധാതുക്കൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ബാറ്ററി ഉൽപാദനത്തിനായി ഇത്തരം ധാതുക്കളെ കൂടുതലായി ആശ്രയിക്കുന്ന വളരുന്ന വൈദ്യുത വാഹന വിപണിയുടെ വിലപ്പെട്ട വിഭവമെന്ന നിലയിൽ ദ്വീപിന്റെ സാധ്യതകളെ ഈ കണ്ടെത്തൽ എടുത്തുകാട്ടിയിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അടുത്തിടെ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് മൊയ്ഡാംസ്. ഏത് സംസ്ഥാനത്താണ് ഇത് നിലകൊള്ളുന്നത്? അസം. AD 1228 മുതൽ 1826 വരെ അസമിന്റെയും വടക്കുകിഴക്കിന്റെയും ഭൂരിഭാഗവും ഭരിച്ചിരുന്ന അഹോം രാജവംശത്തിന്റെ രാജകീയ ശ്മശാന സ്ഥലങ്ങളാണിവ. കിഴക്കൻ അസമിലെ ശിവസാഗർ പട്ടണത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഇന്നും പല ആളുകളും ഒരു പവിത്ര സ്ഥലമായി കാണുന്നു. മികച്ച സെർച്ച് എഞ്ചിൻ എന്ന നിലയിൽ ഗൂഗിളിന്റെ ദീർഘകാലത്തെ കൊടികുത്തി വാഴലിന് ഒരു വെല്ലുവിളിയാണ് പുതിയ വാർത്ത. ജനറേറ്റീവ് AI സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മെ ഏവരെയും അമ്പരപ്പിച്ച ചാറ്റ്ബോട്ടിന്റെ പാരന്റ് കമ്പനിയായ ഓപ്പൺ AI പുതുതായി വാർത്തകളിൽ നിറഞ്ഞത് എങ്ങനെ? ഓപ്പൺ AI സെർച്ച് എഞ്ചിനായ സെർച്ച് GPT നിലവിൽ വന്നു. സെർച്ച് GPT ഒരു AI പവേർഡ് സെർച്ച് ടൂൾ ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. ജാസ്മിൻ പൗളിനിയെ തോൽപ്പിച്ച് തന്റെ 2ാം ഗ്രാൻഡ് സ്ലാം വിംബിൾട്ടൺ നേടിയ താരമാണ് ചിത്രത്തിൽ. തിരിച്ചറിയുക. ബാർബോറ ക്രെജിക്കോവ 2021 ഫ്രഞ്ച് ഓപ്പണിലും കിരീടം നേടിയിരുന്നു. ഇവർ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള 28-കാരിയാണ് ഈ സ്പോർട്സ് താരം. കൊടുങ്കാറ്റിന്റെ കാലഘട്ടമാണ്. നിരവധി കരീബിയൻ ദ്വീപുകളിലൂടെ തെക്കേ അമേരിക്കയുടെ വടക്കൻ തീരം വഴി ഒരു അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് കാറ്റഗറി 5 പദവിയിലേക്ക് ശക്തി പ്രാപിച്ചു വരുന്നതായി വാർത്തകളിൽ കണ്ടിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും നാം ഒരുപാട് കണ്ടതാണ്. കൊടുങ്കാറ്റിന്റെ പേരെന്താണ്? ബെറിൽ. കിസുൻല എന്ന മരുന്നിന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയത് ഒരു വാർത്തയായിരുന്നു. ഏത് രോഗത്തിനുള്ള മരുന്നാണ് കിസുൻല? അൽഷിമേഴ്സ് ഡിസീസ്. ഈ വ്യക്തിയെ തിരിച്ചറിയാമോ? ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സിൽ തന്റെ ആദ്യത്തെ ഫോർമുല 2 സ്പ്രിന്റ് റേസ് വിജയിച്ചുകൊണ്ട് വാർത്തകളിൽ ഇടം നേടി. ഇന്ത്യക്കാരനാണ് കുഷ് മൈനി. നേരത്തെ വിജയിയായി പ്രഖ്യാപിച്ചിരുന്ന റിച്ചാർഡ് വെർഷൂർ അയോഗ്യനായതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് 1ാം സ്ഥാനം ലഭിച്ചത്.